ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനെതിരെ കടുത്ത ആരോപണവുമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഉമർ ഖാലിദ് തുക്കടെ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ വിവിധ കഷ്ണങ്ങളാക്കണമെന്ന് ഉമർ ഖാലിദ് പ്രസംഗിച്ചെന്നും ആരോപണം. കേസിൽ തിങ്കളാഴ്ച വാദം തുടരും. സജു തോമസ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. സജു, ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത്? അമൃത, പ്രധാനമായിട്ടും ഉമർ ഖാലിദുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളായിരുന്നു ഇപ്പോൾ ഡൽഹി പോലീസ് ഇന്ന് മുൻപോട്ട് വെച്ചത്. അതായത് തുക്കടെ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ഉമർ ഖാലിദ് ആണെന്നും രാജ്യത്തെ വിവിധ കഷ്ണങ്ങളാക്കണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചുവെന്നും ഇതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ചില വാദങ്ങളായിരുന്നു ഇന്ന് ഡൽഹി പോലീസ് നിരത്തിയത്. അതോടൊപ്പം തന്നെ അതായത് ഭീകര ഫണ്ടിങ് നടത്താനായി ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചു എന്നുള്ള ചില ആരോപണങ്ങളും ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് പ്രതികൾക്ക് ഇതിനായി പണം ലഭിച്ചു എന്നുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ജാമ്യയിലെ സംഘർഷ സമയത്ത് ഉമർ ഖാലിദ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസ് ഇന്ന് പുറത്തുവിട്ടു. 2019 ഡിസംബർ 13-നും ഡിസംബർ 15-നും നടന്ന സംഘർഷങ്ങളിൽ ഷർജിൽ ഇമാം അതുപോലെ തന്നെ ഉമർ ഖാലിദ് അടക്കമുള്ളവർ ഈ പരിസരത്ത് ഉണ്ടായതിന്റെ ഫോൺ വിവരങ്ങൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്നത്തെ വാദഗതിയിൽ ഡൽഹി പോലീസ് കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത്. കേസ് തിങ്കളാഴ്ച വാദം തുടർന്ന് തിങ്കളാഴ്ചയിൽ കേസ് മാറ്റിയിട്ടുണ്ട്.